ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അംബികനെ പോലീസ് അറസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിൽ ദുഃഖിച്ച് വേദനിച്ച് നമ്മുടെ ഭൂമി പറയുന്നുണ്ട്, എൻ്റെ അമ്മ അച്ഛനെ കൊന്നെന്നാണ് നിങ്ങൾ പറയുന്നത്, എൻ്റെ അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, എൻ്റെ അമ്മയുടെ ജീവനാണ് എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് ജീപ്പിന് മുൻപിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ സമയത്ത് അജയ് പറയാണ്, ഭൂമി താൻ ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുത്, താൻ കണ്ടതല്ലേ അമ്മ കത്തിയുമായി നിൽക്കുന്നത് കണ്ടതല്ലേ, കുറച്ച് നേരമായിട്ട് ഇവിടെ ബഹളമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇവിടെ കൂടിയ ആളുകൾ പറഞ്ഞു. ഞങ്ങൾ തുറന്നു വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. അതുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തൻ്റെ അമ്മേനെ അറസ്റ്റ് ചെയ്യുന്നത്, തൻ്റെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അമ്മ എത്രയും പെട്ടെന്ന് തന്നെ അമ്മ ഇറങ്ങി വരികയും ചെയ്യും. താനൊന്നും വിഷമിക്കാതെ താനൊന്ന് മാറിയ ഡ്യൂട്ടി തടസ്സപ്പെടുത്തല്ലേ എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് സത്യനും ഭൂമിയെ പിടിച്ചു മാറ്റാണ്. ഭൂമിയോട് പറയുന്നുണ്ട്, ഭൂമി മോളെ നീ ഒന്ന് സമാധാനപ്പെട്, അവരവരുടെ ഡ്യൂട്ടിയല്ലേ ചെയ്യുന്നത്, നമുക്ക് നോക്കാം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ, സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭൂമിയുടെ അച്ഛൻ്റെ ചിത എരിയുന്നതിന് മുൻപ് തന്നെ അമ്മേനെ കൊണ്ടുപോയിരിക്കുകയാണ് കേട്ടോ. അച്ഛൻ്റെ വേർപാടിൽ ആകെ ദുഃഖിതയായി. ഇനി ഒരിക്കലും തിരികെ എത്തില്ല എന്ന സത്യം മനസ്സിലാക്കി ഭൂമി ആകെ ഒരു വിറങ്ങലോടുകൂടി അവിടെ ഇരിക്കുകയാണ്. ഒരു മിണ്ടാട്ടവും ഇല്ലാതെ ചലനമറ്റ ശരീരമായിട്ടിരിക്കുന്ന ഭൂമിയെ കണ്ടിട്ട് സത്യനും ഒരുപാട് സങ്കടമാകുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഭവാനി ആ കമാലിനോട് പറയുന്നുണ്ട്, അച്യുതൻ മരിച്ചെന്ന് കരുതി നമ്മൾ സമാധാനിച്ചിട്ട് കാര്യമില്ല, അച്യുതൻ്റെ മകൾ ഇവിടെ ഉണ്ട്, അതുമാത്രമല്ല അച്യുതൻ്റെ ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട്. ആ സത്യങ്ങൾ അറിയാവുന്ന അച്യുതൻ്റെ ഭാര്യയ്ക്കാണിപ്പോൾ ഇനി പറയാൻ പറ്റില്ല, മരണത്തിന് മുൻപ് ആരോടെങ്കിലും അച്യുതൻ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന്, അതൊക്കെ നമുക്ക് വിനയാണ്. അതുകൊണ്ട് അച്യുതനൊപ്പം തന്നെ മകളെയും കൂടെ പറഞ്ഞു വിടേണ്ടിയിരുന്നു. എന്നാൽ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നേനെ. പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ്റെ അവശേഷിപ്പിവിടെ വെച്ചിട്ടല്ലേ പോയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഭൂമിനെയും തീർക്കണം, അല്ലാതെ നമ്മൾ ഈ ചെയ്തതിനൊന്നും ഒരു ഫലവും ഇല്ലാതാകും, എല്ലാം നിഷ്ഫലമായി പോകും എന്നൊക്കെ പറഞ്ഞ കമാലിനോട് ഭൂമിനെ കൊല്ലാനുള്ള കൊട്ടേഷനും കൂടെ കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഭവാനി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അംബികയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആകെ അതായത് കരയുകയോ ഒന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം തൻ്റെ കൺമുന്നിലൂടെ ഈ കടന്നുപോയ കുറച്ച് നിമിഷങ്ങളിൽ നടന്നു പോയത് തൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അല്ലെങ്കിൽ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവ വികാസങ്ങളായിരുന്നു തൻ്റെ ജീവിതത്തിൽ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നടന്ന ആ ഒരു സംഭവങ്ങളെ ഇപ്പോഴും അംബികയ്ക്ക് വിശ്വസിക്കാനായിട്ടില്ല. തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതെല്ലാം വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന ആ ഒരു ചലനമറ്റ ശരീരത്തോടുകൂടി നിൽക്കുന്ന അംബികനെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തൻ്റെ മകളെക്കുറിച്ചൊക്കെയുള്ള ഒരു ഓർമ്മകൾ അംബികയുടെ മനസ്സിലേക്ക് മിന്നിമറിഞ്ഞു വരുമ്പോൾ അംബിക പറയുന്നുണ്ട്, എൻ്റെ മോൾ അവിടെ ഒറ്റയ്ക്കാണ് സാറേ, എന്നെ അങ്ങോട്ടേക്ക് വിട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അംബികയുടെ ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് നമ്മുടെ അജയ്ക്ക് പ്രയാസം തോന്നുന്നു, സങ്കടം തോന്നുന്നുണ്ടെങ്കിലും അജയ് അണിഞ്ഞിരിക്കുന്നത് ഒരു പോലീസ് ഓഫീസറുടെ യൂണിഫോം ആയതുകൊണ്ട് തന്നെ അജയ്ക്ക് കുറച്ച് പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അജയ് അതൊന്നും വകവയ്ക്കാതെ അംബികയുടെ ഒരു പ്രതി എന്ന രീതിയിൽ തന്നെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അംബികയുടെ തെളിവെടുപ്പുകളൊക്കെ നടത്തുകയാണ്. അങ്ങനെ അംബികയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അംബിക പറയുന്നുണ്ട്, പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു കശപിശ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഒരു ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടാകുമല്ലോ, ആ ഒരു രീതിക്കുള്ള ഇത് ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ അച്ചുവേട്ടൻ എൻ്റെ ജീവനാണ്, എൻ്റെ എല്ലാമാണ്, ആ അച്ചുവേട്ടനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ പൊറുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു മുഖംമൂടി അണിഞ്ഞ ഗുണ്ട വന്ന് എന്നെ തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. പിന്നെ ഞാൻ ബോധം വന്നപ്പോൾ കാണുന്നത് എൻ്റെ അച്ചുവേട്ടൻ ചോരയെ കുളിച്ച് നിൽക്കുന്നതായിരുന്നു. ചോരയെ കുളിച്ച് ചലനമറ്റ് മരണത്തിൽ കിടക്കുന്ന അച്ചുവേട്ടനെ ഞാൻ കണ്ടത്. ആ ഒരു സമയത്ത് കത്തി വലിച്ചു നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ വന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അജയ് ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മതിയായ തെളിവുകൾ അംബികയുടെ ഭാഗത്തു നിന്ന് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ അജയ് ആണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ. കാരണം തെളിവുകൾ എല്ലാം തന്നെ അംബികയ്ക്കെതിരാണ്. അവിടെ തടിച്ചു കൂടിയ ജനങ്ങളെല്ലാം കണ്ടതാണ് അംബികയുടെ കയ്യിൽ കത്തി. അതുപോലെ തന്നെ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് അവിടെ കുറച്ച് ഒച്ചയും ബഹളവും കേട്ടിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അംബികയ്ക്ക് എതിരായതുകൊണ്ട് തന്നെ അജയ്ക്ക് ഒന്നും തന്നെ ചെയ്യാനാവുന്നില്ല കേട്ടോ. ഈ സമയത്ത് ഭൂമിയെ പോലീസ് സ്റ്റേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അജയ് അതിനെ തടയുന്നുണ്ട് കേട്ടോ. അജയ് പറയുന്നുണ്ട്, തെളിവുകളോട് താൻ വാ, അല്ലാതെ ഞാൻ എന്ത് പറയാനാണ്, തൻ്റെ അമ്മേനെ രക്ഷിക്കുക ണമെങ്കിൽ മതിയായ തെളിവുകൾ ആവശ്യമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അംബികനെ ഇനി വെറുതെ വിടുവോ എന്നാലോചിച്ച് ഭയന്നിട്ട് നമ്മുടെ ഭവാനി ആണെങ്കിൽ പറയുന്നുണ്ട് കമാലിനോട്, താൻ എന്തെങ്കിലും അവിടെ തനിക്കെതിരായിട്ടുള്ള തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കമാൽ പറയുന്നുണ്ട്, ഒന്നുമില്ല മേഡം, ഒന്നുമില്ല, എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട്
നമുക്കൊരു തുറുപ്പ് ചീട്ടുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അങ്ങ് അയച്ചു കൊടുക്കാൻ കേട്ടോ ഭവാനിക്ക്. ആ വീഡിയോയിൽ നമ്മുടെ അംബിക ഇങ്ങനെ അച്യുതനെ കുത്താൻ പോകുന്ന പോലൊക്കെ ഒരു ചെറിയ സീൻ ഉണ്ടല്ലോ, അത് വീഡിയോ പിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ കമാല്. അപ്പോൾ ആ ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഭവാനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് മതി, ഇത് മാത്രം മതിയോടോ, കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞു നിന്ന സമയമല്ലേ, ഇത് മാത്രം മതി അംബികയുടെ മുന്നിലേക്ക് ആ ഒരു കൊലക്കറ്റും എത്തിക്കാൻ ഈ ഒരു തെളിവ് മാത്രം മതി. ഇത് എത്രയും പെട്ടെന്ന് തൻ്റെ ഫോണിൽ നിന്നല്ല മറ്റെന്തെങ്കിലും ഒരു വഴിയിലൂടെ അജയ്ക്ക് മറ്റൊരു നമ്പറിലൂടെ പുതിയൊരു സിം വാങ്ങി ആ ഒരു നമ്പറിലൂടെ അജയുടെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ സിം അപ്പം തന്നെ നശിപ്പിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ആ ഒരു വീഡിയോ അജയുടെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ആ ഒരു വീഡിയോയും കൂടെ കണ്ടു കഴിയുമ്പോൾ അംബിക തന്നെയാണ് കൊന്നതെന്ന് അജയ്ക്ക് ഉറപ്പിക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ ആ ഒരു വീഡിയോ ഇങ്ങനെ അംബികനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അജയ്. അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ ഇത് തമാശയ്ക്ക് ഓരോന്ന് കാണിച്ചതാ എന്നിങ്ങനെ പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, ഇതൊന്നും അത്ര വിശ്വസനീയമായ കാര്യങ്ങളല്ല, അതുകൊണ്ട് മതിയായ തെളിവുകളില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ്, ഇനി ബാക്കി കോടതി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അംബികനെ അറസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോഴും അംബിക പറയുന്നുണ്ട്, എൻ്റെ മോൾ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ മോൾക്ക് ആരുമില്ല കൂട്ട്, ഞങ്ങളില്ലാതെ അവൾ എവിടെയും പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പോൾ അവളുടെ അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത സ്ഥലത്തേക്കാണ് പോയിരിക്കണേ, എൻ്റെ കാര്യവും ഇനി അങ്ങനെ തന്നെയാണോ സാറേ, ഞാനില്ലാതെ അവൾ എങ്ങനെ അവിടെ നിൽക്കും സാറേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അംബികനെ ജയിലിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ കാര്യം ആലോചിച്ച് ആകെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ് അജയും. അങ്ങനെ വീട്ടിലെത്തിയുമ്പോൾ അജയ് ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണുമ്പോൾ സത്യം വന്നിട്ട് പറയുന്നുണ്ട്, എന്താടാ കാര്യങ്ങളൊക്കെ എന്തായി എന്നിങ്ങനെ പറയുമ്പോൾ തെളിവുകളെല്ലാം അവളുടെ അമ്മയ്ക്കെതിരാണ്, പിന്നെ എന്ത് ചെയ്യാനാ കഴിഞ്ഞത്, ഒരു വീഡിയോയും കൂടെ കിട്ടിയിട്ടുണ്ട്, ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ തന്നെയാണോ എല്ലാം ചെയ്തതെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യം പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ ചെയ്യുമോ, ഇനി എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ നമുക്ക് പറയാൻ പറ്റുമോ, ചെറിയ ചെറിയ വഴക്കുണ്ടായപ്പോൾ വല്ല അബദ്ധം പറ്റി, എന്നാലും അവർ തീർത്ത് പറയുന്നുണ്ടല്ലോ അവരല്ല ചെയ്തതെന്ന്, മറ്റാരോ വന്ന് ചെയ്തതാണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിനുള്ള തെളിവുകൾ എന്തെങ്കിലും നമുക്ക് കിട്ടാതിരിക്കില്ല, അങ്ങനെയാണെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുവരാം, എന്നാലും ആ ഭൂമിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ സങ്കടം, ഭൂമിക്ക് അവളുടെ അച്ഛനെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു, അത് ആലോചിക്കുമ്പോഴേ പ്രയാസം, അവൾ അച്ഛന് വേണ്ടിയിട്ടല്ലേ എല്ലാ ഒരുക്കങ്ങളും വരെ ചെയ്തു കൂട്ടിയത്, എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ അച്യുതൻ പോയപ്പോൾ അവൾ എങ്ങനെ ഇത് താങ്ങും, എങ്ങനെ സഹിക്കും, ആ വീട്ടിൽ ഇനി അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് സത്യം പറയണം, എനിക്ക് ആ കുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം വരികയാണ്, എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണെടാ, ഇനി എന്ത് ചെയ്യും, ഞാൻ അവളെ എൻ്റെ മകളായിട്ടാണ് കണ്ടത്, എന്ത് പറയാനാണ്, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേനെ, പക്ഷേ അതിനുള്ള വഴി നമുക്കില്ലല്ലോ, അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ലല്ലോ, എന്ത് ബന്ധം വെച്ച് നമ്മൾ കൂട്ടിക്കൊണ്ട് വരും, ആ പെൺകുട്ടിക്ക് ഈശ്വരൻ എല്ലാ അനുഗ്രഹവും കൊടുക്കട്ടെ, എല്ലാം താങ്ങാനുള്ള ശക്തി കൊടുക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി ആ പെൺകുട്ടിക്ക് കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സത്യൻ. അങ്ങനെ പറഞ്ഞിട്ട് വളരെ വിഷമത്തിൽ സത്യനകത്തേക്ക് കയറി പോകുകയാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പിന്നെ കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ അജയ്ക്ക് ആ ഒരു ചിന്ത പറഞ്ഞത്, അതായത് ഭൂമിയെ ഒരു എഗ്രിമെൻറ്റ് പ്രകാരം വിവാഹം കഴിച്ചാലോ, അങ്ങനെ വിവാഹം കഴിക്കുകയാണ്, അവളുടെ ആ ഒരു ഒറ്റപ്പെടലും മാറും, എൻ്റെ കാര്യവും നടക്കും, 2 പേർക്കും ഗുണമുള്ള കാര്യം, ഭൂമിയോടൊന്ന് സംസാരിച്ച് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അജയ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ, അതിനെക്കുറിച്ച് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞ കാര്യങ്ങളും ഇങ്ങനെ ഓർക്കുകയാണ്, അതായത് അവൾക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നു അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നു, അവളുടെ ഒറ്റപ്പെടൽ മാറിയതിന്, അങ്ങനെയൊക്കെ സത്യം പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൂട്ടി വായിച്ചിട്ട് അജയ് തീരുമാനിക്കുകയാണ്, ഭൂമിയുടെ എന്തായാലും ഈ കാര്യം തുറന്ന് പറയാം, എന്നിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അജയ് അങ്ങനെ ഭൂമിയെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഭൂമി പറയുന്നുണ്ട്, അജയ് ഈ കാര്യം ഭൂമിയോട് പറയുമ്പോൾ ഭൂമി ആവശ്യപ്പെടുന്നത് ഒറ്റ കാര്യമായിരിക്കും, എനിക്ക് എൻ്റെ അമ്മേനെ തിരിച്ചു വേണം, എൻ്റെ അമ്മേനെ ഇറക്കണം, അത് മാത്രം മതി എനിക്ക്, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ അജയ് പറയാണ്, തൻ്റെ അമ്മയുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ, അമ്മ കൊലയാളി അല്ലെങ്കിൽ ഞാൻ തൻ്റെ അമ്മേനെ ഇറക്കും, ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ഇനി തൻ്റെ അമ്മയാണ് അച്ഛനെ കൊന്നത് എങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതിൻ്റെ ശിക്ഷ അമ്മ അനുഭവിക്കുക തന്നെ വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമി പറയുന്നുണ്ട്, ഇല്ല സർ, ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ല, അതെനിക്ക് 100% വിശ്വാസമാണ്, എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ ഒരു നിമിഷം കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അതുകൊണ്ട് സാറിന് ധൈര്യമായിട്ട് ഈ കേസും കൊണ്ട് മുൻപോട്ട് പോകാം, എൻ്റെ അമ്മേനെ എങ്ങനെയെങ്കിലും ഇറക്കി തരണം, അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ മുടക്കാനോ ഒന്നിനും ഒരു പണവും ഒന്നും
ഒന്നുമില്ല, എനിക്ക് തരാൻ എൻ്റെ ജീവിതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സാറ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അഗ്രിമെൻ്റ് വിവാഹത്തിന് സമ്മതിക്കാം, പക്ഷേ എൻ്റെ അമ്മേനെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറയാനുണ്ടോ. അപ്പോൾ അജയും വാക്ക് കൊടുക്കുകയാണേ. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് പോകാനും കേട്ടോ. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയുടെയും അജയുടെയും വിവാഹമൊക്കെ നടക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ആറി തണുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഭവാനി പല പ്രാവശ്യം ഭൂമിയെ കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നുമൊക്കെ വളരെ ഇതായിട്ട് യാദൃശ്ചികമായി തന്നെ നമ്മുടെ ഭൂമി രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഭവാനിയുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം തകർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഭൂമിയുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഭവാനിക്ക് ഭൂമി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അജയ് ആണെങ്കിൽ പലപ്പോഴായിട്ട് ഭൂമിയുടെ അമ്മേനെ ചെന്ന് കാണുകയും ഇതിന് പിന്നിൽ അതായത് ആ ഗുണ്ട വരണമെങ്കിൽ എന്തെങ്കിലും ഒരു വൈരാഗ്യമോ ശത്രുതയോ ഇല്ലാതെ വരില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ട് എന്ന് പറഞ്ഞ് പോയി കാണുന്നുണ്ടെങ്കിലും അംബിക ആ ഒരു കാരണം പറയാൻ മടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അംബികയിലേക്ക് സംശയം കൂടുതൽ മുറുകയാണ്. പക്ഷേ അംബികയാണെങ്കിൽ ആ ഗുണ്ട കമാല് എന്തിനാണ് അവിടെ വന്നതെന്നും അച്യുതനെ എന്തിനു കുത്തി എന്നുള്ള കാര്യത്തിനുള്ള ഒരു വ്യക്തമായ മറുപടി കൊടുക്കുന്നില്ല കേട്ടോ. അതിൽ സംശയിക്കുകയാണ് അജയ്. അപ്പോൾ അജയ് പറയുന്നുണ്ട്, നിങ്ങളുടെ മകളെ ഞാൻ വിവാഹം കഴിച്ചു, ഒരു എഗ്രിമെൻ്റ് വിവാഹം, അതിന് അവൾ എന്നോട് ചോദിച്ചത് ഒരേ ഒരു കാര്യമാണ്, നിങ്ങളെ ഒന്ന് ഇറക്കണം എന്ന്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അമ്മേനെ ഞാൻ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് വരും എന്നാണ് പറഞ്ഞത്. അതിന് അമ്മ കൂടി എന്നോട് സഹകരിക്കണം, അതുകൊണ്ട് അമ്മ സത്യാവസ്ഥ എന്നോട് പറയണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ അംബികയാണെങ്കിൽ അംബികയുടെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ്, അതായത് ഭൂമിയെ ഭവാനി കുത്തിക്കൊല്ലുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് കേട്ടോ. അപ്പോൾ അച്യുതൻ വന്നിട്ട് അംബികയോട് പറയാണ്, ഇനി നമ്മൾ സത്യങ്ങൾ ആരോടും മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ഞാൻ നിനക്ക് നഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ മോളും നിനക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് നമ്മുടെ മോളുടെ ജീവൻ തന്നെ നഷ്ടമാകും, അതുകൊണ്ട് നീ സത്യങ്ങളൊക്കെ അജയോട് പറ, അങ്ങനെ നമ്മുടെ മോളെ രക്ഷിക്കുക എന്നൊക്കെ അച്യുതൻ സ്വപ്നത്തിൽ വന്ന് പറയുന്നതുപോലെ അംബികയ്ക്ക് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ കുറേ തവണ അംബിക അത് തന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അതായത് അച്യുതൻ വന്ന് പറയുന്നത് പോലെ അങ്ങനെ എങ്ങനെയെങ്കിലും ഭൂമിയെ ആ കഴുകന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കണം എന്നൊരേ ഒരു ചിന്ത മാത്രമേ ഇപ്പോൾ അംബികയ്ക്കുള്ളൂ കേട്ടോ. അങ്ങനെ അംബികയാണെങ്കിൽ അജയിനെ കാണാൻ വേണ്ടിയിട്ട് പറയാനായിട്ട് അങ്ങനെ അജയിനെ വന്ന് കാണുകയാണ് അംബിക. അജയ് ആണെങ്കിൽ അംബികനെ വന്ന് കാണുകയാണ്. അങ്ങനെ അംബികയാണെങ്കിൽ ആ ഒരു നഗ്ന സത്യം അജയ്ക്ക് മുൻപിൽ തുറക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമാൽ വന്ന് കുത്തിയത് എന്തിനാണെന്നും അതിന് പിന്നിലുള്ള ആ ഒരു 22 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ ഒരു വലിയ രഹസ്യം എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറയാൻ കേട്ടോ. അതായത് നമ്മുടെ അജയോട് പറയാണ്, 22 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഈ നാട്ടിൽ വരണതിന് മുൻപ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഇന്നൊരു സ്ഥലത്താണ്. അവിടെ വെച്ച് ഞങ്ങളുടെ കയ്യിൽ ഒരു സുന്ദരി കുട്ടി, 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സുന്ദരി പെൺകുട്ടീനെ ഞങ്ങൾക്ക് തന്നു. അന്ന് അവർ പറഞ്ഞത് ഈ കുട്ടിയെ കൊലപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്, കുറച്ച് പണവും ഞങ്ങൾക്ക് തന്നിരുന്നു. അങ്ങനെ ആ കുട്ടിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അച്ചുവേട്ടൻ ആ കുട്ടിയെ മേടിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ആ പൊന്നോമനയുടെ മുഖം കണ്ടപ്പോൾ ഞങ്ങൾക്ക് കൊലപ്പെടുത്താൻ തോന്നിയില്ല. അത് മാത്രമല്ല, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ഈശ്വരൻ തന്നിട്ടില്ല. അപ്പോൾ മറ്റൊരു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞത് അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവളെ വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പ്രസവിച്ച മോളെ പോലെ ഞാൻ എൻ്റെ പൊന്നു മോളെ ഞാനും എൻ്റെ അച്ചുവേട്ടനും കൂടെ നോക്കി വളർത്തുകയായിരുന്നു. ഈ 22 വർഷങ്ങൾ നോക്കി വളർത്തി. അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾ ഞങ്ങൾക്ക് നഷ്ടമാകുമോ, അവൾ യഥാർത്ഥ അച്ഛൻ്റെ അടുക്കിലേക്ക് അവൾ പോകുമോ എന്നൊക്കെ ഞങ്ങൾ ഭയന്നു. അങ്ങനെ ഞങ്ങൾ നാട് വിടാൻ തന്നെ തീരുമാനിച്ചു. ആ ഒരു സന്ദർഭത്തിലാണ് എൻ്റെ അച്ചുവേട്ടനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇതിന് പിന്നിൽ ഈ കുട്ടീനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച ആൾ തന്നെ ആയിരിക്കണം എൻ്റെ അച്ചുവേട്ടനെയും കൊന്നത്. അങ്ങനെ തന്നെ, കാരണം തെളിവുകളെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കൊലപാതകമെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആകെ ഞെട്ടി വിറച്ച് നിൽക്കുന്ന അജയിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അജയ് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു ട്വിസ്റ്റ്. അങ്ങനെ അജയ് എന്നിട്ട് അംബികയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ കുട്ടി ആ ഭൂമി അപ്പോൾ ഞങ്ങളുടെ അഭിരാമിയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതെ സർ, അഭിരാമി തന്നെയാണ് ഭൂമി, ഞങ്ങളുടെ ഭൂമിജ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആരാ അവളെ കൊല്ലാൻ ഏൽപ്പിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം ഒരു മൗനമായിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അംബിക. അപ്പോഴും അജയ് പറയുന്നുണ്ട്, ആരാ കൊല്ലാൻ ഏൽപ്പിച്ചത്, അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത് അവളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന, ഒരിക്കലും ഒരാൾ ചതി ചെയ്തതായിട്ട് ഞങ്ങൾ കരുതുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴായിരിക്കും അങ്ങനെ ചതിച്ചവൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുകയാണെ. എൻ്റെ വീട്ടിലോ?
നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതേ സാറേ, ഞാൻ പറഞ്ഞത് കള്ളമൊന്നുമല്ല, സത്യം തന്നെയാണ്. 22 വർഷങ്ങൾക്ക് മുൻപ് നടന്ന പരമാർത്ഥം എന്ന് പറയുമ്പോൾ ആരാ ഞങ്ങളുടെ കുട്ടിയെ കൊല്ലാൻ ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അത് മറ്റാരുമല്ല, ഭവാനി എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ്. ആൻറ്റിയോ? ഭവാനി ആൻറ്റി കൊല്ലാൻ ഏൽപ്പിച്ചിരുന്നു, എന്തിന് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, അവർക്ക് എന്തെങ്കിലും നേട്ടം കാണും, അതിന് വേണ്ടിയിട്ട് അവർ കൊല്ലാൻ ഏൽപ്പിച്ചതാണ്. പക്ഷേ ആ കൊല്ലാൻ ഏൽപ്പിച്ച കുട്ടീനെ ഞങ്ങൾ വളർത്തി, പൊന്നുപോലെ വളർത്തിയത്. അവസാനം അവളെയും കൂടെ കൊല്ലാനോ ഈ സത്യങ്ങളെല്ലാം മൂടി വയ്ക്കാൻ എൻ്റെ അച്ചുവേട്ടനെയും കൂടെ കൊന്നവർ. ഇനി അവളെയും കൂടെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ എന്നിൽ നിന്നും പോയാലും കുഴപ്പമില്ല, അവളുടെ യഥാർത്ഥ അച്ഛൻ്റെ അടുക്കലേക്ക് അവൾ പോയാലും കുഴപ്പമില്ല, എവിടെയായിരുന്നാലും സന്തോഷത്തോടെ ജീവനോടെ അവൾ ഇരുന്നോട്ടെ, അത് മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് പൊട്ടി കരയാൻ കേട്ടോ. ഇതെല്ലാം കേട്ട് ആകെ തകർന്ന മനസ്സോടുകൂടി അജയ് അവിടെ നിന്നും എണീക്കാൻ കേട്ടോ. അങ്ങനെ എണീറ്റ് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. എന്നിട്ട് പോകും വഴിയെല്ലാം അജയുടെ മനസ്സിൽ അഭിരാമിയുടെ മുഖവും അതുപോലെ തന്നെ ഭൂമിയുടെ മുഖവും കൂടെ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോകുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? അപ്പോൾ ഇത്രയും നാളും ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയിരുന്നു ആ വിഷം ചീറ്റിയവൾ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് അലറി വിളിച്ചുകൊണ്ടായിരിക്കും കേട്ടോ നമ്മുടെ അജയുടെ പോക്ക്. അങ്ങനെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം വീട്ടിലേക്ക് ചെന്ന പാടെ അജയ് ആ ഹാളിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഹാളിൽ അജയ് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഭവാനി അവിടേക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ ഇന്നെന്താ നീ നേരത്തെ വന്നോ? ഇന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ? ഇന്നെന്താ നീ ഇത്ര നേരത്തെ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ഭവാനിയെ രൂക്ഷമായിട്ട് നോക്കുകയാണ് കേട്ടോ നമ്മുടെ അജയ്. അപ്പോൾ ഭവാനി എന്താ നീ ഇങ്ങനെ നോക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് ഒരു പതറിയ സ്വരത്തോടുകൂടി ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഭവാനിയോട് ചോദിക്കുന്നുണ്ട്, ഭൂമിയുടെ അച്ഛനെ ആൻറ്റിക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഭവാനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആൻറ്റിയോടാണ് ഞാൻ ചോദിച്ചത്. അറിയാലോ, ആ ഭൂമിയുടെ അച്ഛനല്ലേ, അങ്ങനെ അറിയാം, അല്ലാതെ എനിക്കെങ്ങനെ അറിയാനാ? അവരൊക്കെ ഇപ്പം ഞാൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ അവരുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അജയ് ചോദിക്കുന്നുണ്ട്, 22 വർഷങ്ങൾക്ക് മുൻപ് അച്യുതനെ ആൻറ്റി കണ്ടിട്ടേ ഇല്ല, അച്യുതനോട് ആൻറ്റി മിണ്ടിയിട്ടേ ഇല്ല, അച്യുതനോട് ഒരു കുട്ടിയെ കൊടുത്ത് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ആ സമയത്ത് ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന അംബികനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഭവാനിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഭവാനി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണേ. ആൻറ്റി പറ, എല്ലാ തെളിവുകളോടും കൂടി എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ആൻറ്റി പറ, ആൻറ്റിക്ക് എങ്ങനെ മനസ്സ് വന്നു? 22 വർഷങ്ങൾക്ക് മുൻപ് ആൻറ്റി ആ കുഞ്ഞിനെ കൊല്ലാൻ കൊടുത്ത് ഏൽപ്പിച്ചതല്ലേ? ആൻറ്റിക്ക് എങ്ങനെ തോന്നി ഈ കുടുംബത്തോട് ചതി ചെയ്യാൻ? എന്നിട്ടൊന്നും അറിയാത്തതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണവും കഴിച്ച് സുഖവാസത്തിൽ ആൻറ്റി ജീവിക്കല്ലേ? ആൻറ്റിക്കൊരു പെൺകുട്ടി ഉണ്ടെന്ന് ആൻറ്റി ഓർത്തില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് അവളുടെ അച്ഛനെയും കൂടെ കൊന്നിരിക്കുന്നു. ഇനി അടുത്തത് എന്താ? ഭൂമിയെ കൊല്ലാനാണോ പ്ലാൻ? അപ്പോൾ ആൻറ്റി കുറേ പ്ലാൻ ഇട്ട് കാണുമല്ലോ. ഭൂമിയെ ഞാൻ ഇവിടേക്ക് വിവാഹം കഴിപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഭൂമിയെ അത്ര സ്നേഹിച്ചോ ഇഷ്ടപ്പെട്ടിട്ടോ ഒന്നുമല്ല വിവാഹം കഴിച്ചിട്ട് വന്നത്. പക്ഷേ ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ പറയാം, അവളെൻ്റെ മുറപ്പെണ്ണ. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, എൻ്റെ ജീവനായ എൻ്റെ അഭിരാമി അവൾ. ഇനി മുതൽ ഞാൻ അവളെ ആ ഒരു രീതിയിലാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നാലും ആൻറ്റിയുടെ ഈ ദുഷ്ട മനസ്സ് ഞങ്ങൾ ആരും കാണാതെ പോയല്ലോ. ഇനി ആൻറ്റി ഇവിടെ വെച്ച് കുറിപ്പിക്കാൻ ഞാൻ ഒരുങ്ങിയിട്ടില്ല. ഇപ്പോഴത്തന്നെ സത്യങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും തുറന്നു പറയും. എല്ലാവരെ കൊണ്ടും ആൻറ്റിനെ ഇവിടുന്ന് പടിയിറക്കി പിണ്ടം വെപ്പിക്കണം, എന്നാലേ എൻ്റെ മനസ്സിന് സമാധാനമാകുള്ളൂ. ആൻറ്റി കാരണം 2 കുടുംബമാണ് നശിച്ചു പോയത് എന്ന് ആൻറ്റി ഓർക്കണം. അങ്ങനെ 2 കുടുംബത്തെ നശിപ്പിച്ചിട്ട് ആൻറ്റി മാത്രം സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് കരുതുന്ന ആൻറ്റിക്കും ഒരു മോളുണ്ട്. ഈ ചെയ്തതിനെല്ലാം ആ മോൾക്ക് ഒരു പങ്കുണ്ടെന്ന് ആൻറ്റി ഓർത്തണം. ആ മോളുടെ ജീവിതത്തെയും അതൊക്കെ ബാധിക്കുമെന്ന് ആൻറ്റി ഓർത്തണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ സത്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് വരികയാണ് കേട്ടോ നമ്മുടെ സത്യൻ. അങ്ങനെ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കെ അജയ് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സത്യനെയാണ് കേട്ടോ കാണിക്കുന്നത്.